ഉപയോക്താക്കൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാൻ ചാറ്റ്ജിപിടി ഉപയോഗിക്കുന്നത് എത്രത്തോളം വെള്ളമാണ്? ഓപ്പൺ എ സിഇഒ സാം ആൾട്ട്മാൻ ആണ് ഇത് സംബന്ധിച്ച കൗതുകകരമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ചാറ്റ്ജിപിടി ഏതാനും തുള്ളി വെള്ളം മാത്രമേ ഉപയോഗിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പാരിസ്ഥിതിക ചെലവ് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്ന സമയത്താണ് ഈ വെളിപ്പെടുത്തൽ. ഓരോ ചോദ്യവും ഏകദേശം 0.000085 ഗാലൻ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒരു ബ്ലോഗ് പോസ്റ്റിൽ ആൾട്ട്മാൻ പറയുന്നു. അത് ഏകദേശം ഒരു ടീസ്പൂൺ വെള്ളത്തിന്റെ 15 വരും എന്നാണ് സാം ആൾട്ട്മാന്റെ വെളിപ്പെടുത്തൽ. ചാറ്റ്ജിപിടി പോലുള്ള AI മോഡലുകൾ വലിയ സെർവർ ഫാമുകളിലാണ് പ്രവർത്തിക്കുന്നത്. അവ നിരന്തരം തണുപ്പിക്കേണ്ടതുണ്ട്. അതാണ് ജല ഉപയോഗത്തിന് ഇടയാക്കുന്നത്. ഈ വസ്തുതയാണ് ചാറ്റ്ജിപിടിയുടെ ജല ഉപയോഗം സംബന്ധിച്ച ചർച്ചകൾക്ക് വഴിതെളിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സാം ആൾട്ട്മാന്റെ വെളിപ്പെടുത്തൽ. AI ഡാറ്റാ സെന്ററുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ശക്തമായ കമ്പ്യൂട്ടറുകൾ അമിതമായി ചൂടാകുന്നത് തടയാൻ കമ്പനികൾക്ക് കൂളിംഗ് സംവിധാനങ്ങളെ ആശ്രയിക്കാതെ തരമില്ല. അതുകൊണ്ടാണ് വെള്ളത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്. സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ ശക്തമാകുമ്പോൾ ഊർജത്തിനും കാർബൺ ബഹിർഗമനത്തിനുമൊപ്പം ജല ഉപയോഗവും സുസ്ഥിരത അവകാശവാദങ്ങളുടെ ഭാഗമാകുന്നു. ഓരോ ചാറ്റ്ജിപിടി ചോദ്യത്തിനും ഏകദേശം 0.34 വാട്ട് അവർ വൈദ്യുതിയും ഏതാനും തുള്ളി വെള്ളവും ആവശ്യമാണെന്ന് ആൾട്ട്മാൻ പറയുന്നു. അത് ചെറുതായി തോന്നുമെങ്കിലും ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജല ഉപയോഗമടക്കം വർദ്ധിക്കുന്നു. എന്നാൽ ഈ അളവ് എങ്ങനെ കണക്കാക്കിയെന്ന് ഓപ്പൺ AI വിശദീകരിച്ചിട്ടില്ലെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. വിശദാംശങ്ങളുടെ അഭാവം ചാറ്റ്ജിപിടിക്ക് വിനയാകുമോ എന്നാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ചാറ്റ്ജിപിടി ഉപയോഗിച്ച് 100 വാക്കുകളുള്ള ഒരു ഇമെയിൽ ഉണ്ടാക്കുന്നതിന് 1 കുപ്പി വെള്ളത്തെക്കാളധികം ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ വാഷിംഗ്ടൺ പോസ്റ്റ് അവകാശപ്പെട്ടിരുന്നത്. ചൂടുള്ളതും വരണ്ടതുമായ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡാറ്റാ സെന്ററുകളുടെ കൂളിംഗ് ആവശ്യങ്ങൾ വിലയിരുത്തി തയ്യാറാക്കിയതാണ് ഈ കണക്ക്. ഓപ്പൺ AI പോലുള്ള കമ്പനികൾ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച സ്വതന്ത്രവും പരിശോധിച്ചുറപ്പിച്ചതുമായ കണക്ക് പ്രസിദ്ധീകരിക്കണമെന്നാണ് സാങ്കേതിക പരിസ്ഥിതി മേഖലയിലെ പലരും ആവശ്യപ്പെടുന്നത്. ആൾട്ട്മാന്റെ കണക്ക് ആശ്വാസകരമായി തോന്നുന്നുണ്ടെങ്കിലും കണക്കെടുത്തത് എങ്ങനെയാണ് അല്ലെങ്കിൽ സെർവറുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയാതെ അത് പൂർണ്ണമായി വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് വിമർശകർ പറയുന്നു.